ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസ്, അങ്ങേക്ക് 8 മിനിറ്റ്. സ്പീക്കർ സർ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ രാജ്യത്ത് 1-ാം സ്ഥാനം സ്ഥിരമായി നിലനിർത്താൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുന്നത്. സർ, ചർച്ച ആരംഭിച്ച ബഹുമാന്യ കുറ്റ്യാടി MLA 990-ലെ ജില്ലാ കൗൺസിലുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സർ, ആ കൗൺസിലുകളെ സംബന്ധിച്ച നിയമനിർമ്മാണം സഭയിൽ നടക്കുമ്പോൾ ഞാൻ ആ സഭയിൽ അംഗമായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യായ ശ്രീ K. കരുണാകരൻ ഉന്നയിച്ച ഒരു വലിയ ആക്ഷേപം, ഇത് വലിയ വിരോധാഭാസമാണ്. കാരണം CPM എന്ന പാർട്ടിയും ഇടതുപക്ഷവും ജനാധിപത്യ കേന്ദ്രീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. ജനാധിപത്യ കേന്ദ്രീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ഈ വികേന്ദ്രീകരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നതെന്ന ആക്ഷേപമാണെന്ന് ഉന്നയിച്ചത്. സർ, പൊതുമണ്ഡലത്തിൽ ശ്രീ MGS നാരായണൻ ഉന്നയിച്ച ഒരു വാദത്തിന് ഉപോത്ബലകമായി നിന്നുകൊണ്ടാണ് ആ പ്രശ്നം അന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EK നായനാർ, അന്ന് നിയമം പൈലറ്റ് ചെയ്തിരുന്നത് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ VJ തങ്കപ്പനാണ്. നായനാർ പറഞ്ഞ മറുപടി ജനാധിപത്യ കേന്ദ്രീകരണം, EMSൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ഞങ്ങളുടെ സംഘടനാ തത്വമാണ്. എന്നാൽ ഞങ്ങളുടെ ഭരണത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ തത്വം എന്ന് പറയുന്നത് ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം. സർ, അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് മുൻകൈ ഉണ്ടായിരുന്ന പശ്ചിമ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമാണ് ഫലകരമായി ഈ അധികാര വികേന്ദ്രീകരണം എന്ന ആശയം നടപ്പിലാക്കാൻ കഴിഞ്ഞത്. സമീപനത്തിലെ ഒരു വ്യത്യസ്തതയാണിത്. സാർ, ജില്ലാ കൗൺസിലുകൾ 990-ൽ അധികാരത്തിൽ വന്നുവെങ്കിൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നുവെങ്കിൽ, 91-ൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് ആദ്യം തന്നെ അവയ്ക്ക് നൽകപ്പെട്ട അധികാരങ്ങൾ മുഴുവൻ തിരിച്ചു പിടിച്ചു. 73-74 ഭരണഘടനാ ഭേദഗതികൾ വരുന്നതിന് മുമ്പ് തന്നെ അവയെ വെറും കടലാസ് പുലികളാക്കി മാറ്റി, അധികാരങ്ങൾ തീരെ ഇല്ലാതാക്കി. പിന്നീട് അവയെ പിരിച്ചുവിട്ടു. സാർ, ഈ കേരള സംസ്ഥാനത്ത് ഈ ഭരണഘടനാ ഭേദഗതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമനിർമ്മാണം നടക്കുന്നത് അവസാന നിമിഷത്തിലാണ്. സാർ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല, എൻ്റെ സമയം വളരെ കുറവായതുകൊണ്ട്. സാർ, ഇവിടെ ബഹുമാന്യായ കുറ്റ്യാടി MLA സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന് കീഴിലാക്കിയിരുന്ന ജില്ലാ കൗൺസിലുകൾക്ക് വ്യത്യസ്തമായി ജില്ലാ കളക്ടർ അതിൻ്റെ പുറത്തു നിൽക്കുകയും ജില്ലാതലത്തിലുള്ള ഭരണകൂടം ഉദ്യോഗസ്ഥ മേധാവിത്വത്തോടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തുകൾ നിലവിൽ വന്നത്. സാർ, ആ ഒരു പോരായ്മ അവിടെ നിലനിൽക്കുക. പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേയേറെ വർഷങ്ങളായി. സാർ, നഗര ഗ്രാമ ഏകോപനം ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഏകോപനം നഷ്ടമായി. ഇപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു സംയോജിത വകുപ്പെങ്കിലും ഇപ്പോൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത. സാർ, ഈ ഒരു പ്രശ്നം, അതായത് ഉദ്യോഗസ്ഥ മേധാവിത്വം നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ആ രീതി കുറേ വർഷങ്ങളായി തുടരുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സാർ, ഒരു വിഷയം, നമ്മുടെ ഇടനിലയിലുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ സംസ്ഥാനത്ത് ഫലകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷമുണ്ടോ? അതിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് ഈ സഭയിൽ തദ്ദേശ മന്ത്രിയായിരുന്ന ബഹുമാന്യ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി സംശയം പ്രകടിപ്പിച്ച് ഞാൻ ഓർമ്മിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഫലകരമായി നിലനിൽക്കുന്ന ഒരു ഇടയ്ക്കത്തെ ഒരു സംവിധാനം ഫലകരമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു പ്രശ്നം. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നിയന്ത്രിക്കുന്നിടത്ത് പലപ്പോഴും ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, മുനിസിപ്പൽ സെക്രട്ടറിമാർ അങ്ങോട്ട് ജനപ്രതിനിധികൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാർക്ക്, മുനിസിപ്പൽ ചെയർമാൻമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ദുരവസ്ഥ ചില സമിതികളിലെങ്കിലും ഉണ്ട് എന്നത് ഗൗരവമായി കാണണം. ആത്യന്തികമായി ജനങ്ങളിലേക്ക് അധികാരം ചെല്ലാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി നാം രൂപപ്പെടുത്തിയെടുത്ത ഗ്രാമസഭകൾ, സർ, ചില സ്ഥലത്തെങ്കിലും ഒരു നാമമാത്രമായിട്ടാണ് നടക്കുന്നത്. പദ്ധതി കരടുരേഖ ചർച്ചയും പദ്ധതി ആസൂത്രണവും ഒക്കെ കേവലം ഔപചാരികതകളായി ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. സാർ, ഇവയെ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് എനിക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം. സാർ, മറ്റൊരു നിർദ്ദേശം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എഞ്ചിനീയറിംഗ് വിങ് പലപ്പോഴും കാര്യക്ഷമമാകുന്നില്ല. പല പ്രയാസങ്ങൾ ഞങ്ങൾ MLA മാർ അനുഭവിക്കുന്നുണ്ട്. MLA മാരുടെ ആസ്തി വികസന ഫണ്ട്,
അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിലെ പ്രത്യേക വികസന ഫണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള നടപടികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ താല്പര്യക്കുറവ് ഞാൻ അടക്കം അനുഭവിക്കുന്നുണ്ട്. ഭരണകക്ഷി MLA എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സാർ. അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പൊതു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിങ്ങിനെ ശക്തമാക്കുവാൻ വളരെ ശക്തമായ ഇടപെടലുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കൂടി ഞാൻ വെക്കാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് സാർ. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സമീപനത്തിലെ വ്യത്യസ്തത പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തമാക്കാൻ വേണ്ടി ഒരു പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാർ. ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞത് ഓരോ വർഷവും 0.5%, 0.5% വർദ്ധിപ്പിച്ച് മൊത്തം പദ്ധതി വിഹിതത്തിൻ്റെ 30% വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറണമെന്നാണ്. 2021-22 പദ്ധതി വിഹിതത്തിന് 26% നൽകിയതെങ്കിൽ 24-25 28.09% കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് ഗവൺമെൻറ് പ്രകടമാക്കിയിരിക്കുന്നു. ആ സമീപനത്തിലെ വ്യത്യസ്തതയാണ് സാർ. വർഷങ്ങളായി പുതുക്കാതിരുന്ന നികുതികൾ വർദ്ധിപ്പിച്ചത് മൂലം പഞ്ചായത്തുകളുടെ തനത് വരുമാനമാണ് വർദ്ധിച്ചത് സാർ. ഇവിടെ ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് എൻ്റെ പേരിൽ സാർ. ഒരു ചില്ലിക്കാശ് പോലും ഈ നികുതി വർധനവിലൂടെ അല്ലെങ്കിൽ പെർമിറ്റുകളുടെ ഫീസ് വർധനയിലൂടെ ഗവൺമെൻറ്റിന് കിട്ടത്തില്ല. അതാത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ, അതാണ് ഞാൻ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് സാർ. പഴി മുഴുവൻ സർക്കാരിനും മെച്ചം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമെന്ന ഒരു അവസ്ഥാവിശേഷമാണ് അത് സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് സാർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് സാർ. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം 0.55% മാത്രമാണ് കേരളത്തിൽ അതിദരിദ്രരുള്ളത്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നമ്മുടെ സംസ്ഥാനം 1-ാം സ്ഥാനത്താണ്. 64,000 കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്രരായുള്ളത് സാർ. സൂക്ഷ്മ പദ്ധതികളിലൂടെ 2023 നവംബർ ആയപ്പോഴേക്കും അതിൽ 30,000 പേരെ അതിൽ മാറ്റിയെടുക്കുവാനും 2025 അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുവാനുള്ള നടപടിയിലേക്കാണ് നീങ്ങുന്നത് സാർ. കോൺഗ്രസോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം സാധ്യമാണോ സാർ? കുടുംബശ്രീ ഇക്കാര്യത്തിൽ വഹിച്ചിട്ടുള്ള സംഭാവന വളരെ വലുതാണ് സാർ. വിലക്കയറ്റം അതുപോലെ തന്നെ ജീവിത നിലവാര മാനദണ്ഡങ്ങൾ മാറുന്നതനുസരിച്ച് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഫലകരമായി മാറണമെങ്കിൽ കൂടുതൽ വരുമാനം ഭവനങ്ങൾ എത്തിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങണം സാർ. മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. 75,000 മെട്രിക് ടൺ ആണ് 34,500 ഹരിത കർമ്മസേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമായി ശേഖരിച്ചു സാർ. ഓരോ അംഗത്തിനും 10,000 മുതൽ 50,000 വരെയെങ്കിലും മാസവരുമാനം കിട്ടുന്നുണ്ട്. അത് മിനിമം 15,000 കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. മാലിന്യ മുക്ത നവകേരളം എന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായ ഫലപ്രദമായ ഒരു ഒറ്റമിറ്റോട് നിർത്താം സാർ. ബോധവൽക്കരണ നടപടി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കർശനമായ നിയമ നടപടിയിൽ കൂടി ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളുണ്ട്. ഞാൻ ഈ സഭയിൽ ഒരിക്കൽ പറഞ്ഞതാണ്. പഞ്ചായത്ത് രാജ് ആക്ടിൽ നിയമവ്യവസ്ഥകളുണ്ട് സാർ. കഴിഞ്ഞ 1-ാം പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഇറിഗേഷൻ വാട്ടർ കൺസർവേഷൻ ആക്ടിൽ തടവും പിഴവും പറഞ്ഞിട്ടുണ്ട് സാർ. പബ്ലിക് ഹെൽത്ത് ആക്ട് ഈ ഗവൺമെന്റ് പാസ്സാക്കി, അതിലൊക്കെ തടവുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല സാർ. മാലിന്യ മുക്ത നവകേരളത്തിന് വേണ്ടി ഈ വ്യവസ്ഥകൾ കർശനമായി നടപ്പിലാക്കുന്ന അവസ്ഥ ഉണ്ടാകണം സാർ. ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുന്നു.